നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പശ്ചിമേഷ്യ കടുത്ത ആശങ്കയിലാണ്. ഇറാൻ തിരിച്ചാക്രമിച്ചതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധഭീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇതിനിടെ അന്തരിച്ച ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. 2026 മൂന്നാം ലോക മഹായുദ്ധമുണ്ടാകുമെന്ന് ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട്. ഈ സൈനിക ആക്രമണങ്ങൾ അതിന്റെ തുടക്കമാണെന്ന് പലരും പറയുന്നു. 2026 തുടക്കത്തിൽ കിഴക്ക് നിന്നും ഒരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് വാങ്ക പ്രവചിച്ചിരുന്നതായി ഇയാളുടെ അനുയായികൾ അവകാശപ്പെടുന്നു. ഇതിനെ ഏറ്റുപിടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 1996 അന്തരിച്ച ബൾഗേറിയൻ പ്രവാചകനായ വാങ്ക 2026 തുടക്കത്തിൽ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ടാകുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നതായും ആ യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നതെന്ന തരത്തിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച. പ്രവചന പ്രകാരം ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുക യൂറോപ്പിനെ ആയിരിക്കും. അവിടുത്തെ ഭൂമി പാഴ്നിലമായി മാറുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾക്കൊടുവിൽ റഷ്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറുമെന്നും പ്രവചനത്തിലുണ്ട്. ഈ സംഘർഷം ക്രമേണ ലോകമെമ്പാടും പടരാൻ സാധ്യതയുണ്ടെന്നും വാങ്കയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന സംഘർഷം മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ വാങ്കയുടെ പ്രവചനം അത്തരത്തിൽ ചർച്ചയാവുകയാണ്. മറ്റ് രാജ്യങ്ങൾ കൂടി ഈ ആക്രമണത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും പലരും കരുതുന്നു. വാങ്കേലിയ പാണ്ഡേവ ഗുഷേഡ്രോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31 ജനനം. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത്. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന് മുദ്രകുത്തിയ ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയും നഷ്ടമായി. ഇതോടെ ബന്ധുവീടുകളിൽ മാറിയായിരുന്നു താമസം. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവടക്കം അവരെ കാണാനെത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു. 1996 ബാബ വാങ്കെ അന്തരിച്ചത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗ് ആയി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പലർക്കും അത്ഭുതമായി. പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇപ്പോഴത്തെ നീക്കം ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയത്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഓഫീസിന് സമീപമാണ് ആദ്യ ആക്രമണങ്ങൾ നടന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. നിലവിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്. ഇത് ലോകമെമ്പാടും വലിയ ഭീതിക്ക് കാരണമായിട്ടുണ്ട്. നിലവിലെ ഈ സാഹചര്യങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങളുമായി ഒത്തുപോകുന്നതാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ സൈനിക നീക്കത്തെ ന്യായീകരിക്കുകയും ഇറാനിലെ ജനങ്ങളോട് തങ്ങളുടെ ഗവൺമെന്റിനെ ഏറ്റെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആരംഭിച്ചു. യുഎസ് നാവികസേനയുടെ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിന്റെ ഭാഗമായി റിയാദ്, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇറാനും ഇസ്രായേലും തങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. വാങ്കയുടെ പ്രവചനങ്ങൾ പോലെ ഇതൊരു വലിയ ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകം.